മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കരിപ്പൂർ വിമാനത്താവളങ്ങളിലടക്കം നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് 5 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അർജുൻ, ഈ സംഘർഷ സാധ്യത അത് ദിവസങ്ങളായി നീണ്ടുനിന്നതാണെങ്കിലും ആക്രമണം അത് പൊടുന്നനെ ഉണ്ടായതാണ്. അതിന് പിന്നാലെ വലിയ അരക്ഷിതാവസ്ഥ എല്ലാ മേഖലകളിലുമുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലും വ്യാപകമായി വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ട്. യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന നിലയാണ് ഉണ്ടാകുന്നതല്ലേ? അസിത, എല്ലാ വിമാനത്താവളങ്ങളിലും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഡൽഹി വിമാനത്താവളം ഇതിന്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വരെയുള്ള ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ ബോർഡിൽ നിന്നും കാണിക്കാൻ വേണ്ടി സാധിക്കുക. ഈ ദോഹ, കുവൈത്ത്, ദുബായ്, അബുദാബി, റിയാദ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കുള്ള വിമാനം റദ്ദാക്കിയത് മൂലം തന്നെ പല യാത്രക്കാർ ഇപ്പോൾ UK-യിലേക്കും അതുപോലെ കാനഡയിലേക്കും അടക്കം മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന യാത്രക്കാർക്കടക്കം ഈ രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവർക്കിപ്പോൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ് റദ്ദാക്കിയത് കൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് അവർ പോകാൻ കരുതിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായാലും അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങളിലേക്കായാലും തന്നെ ഇപ്പോൾ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിലവിൽ ഡൽഹി വിമാനത്താവളത്തിൽ നിൽക്കുകയാണെന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും. പലരും ഈ ഇൻഫർമേഷൻ ബോർഡ് നോക്കുന്നുണ്ട്, എപ്പോഴാണ് പോകാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഉംറയ്ക്കടക്കം പോകാൻ ഇവിടെ ഡൽഹിയിലേക്ക് എത്തിയ ഒരു കുടുംബമടക്കം ഇപ്പോൾ പെരുവീഴിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. പലർക്കും മടങ്ങിപ്പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. കാരണം ഈ ഇന്ത്യയിലെ തന്നെ മറ്റു പല നഗരങ്ങളിൽ നിന്നും വിമാനമാർഗം ഡൽഹിയിലേക്ക് എത്തി ഇവിടെ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് ഈ രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നവരാണ്. ഇവരടക്കമാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണി വരെ വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ള ഒരു വിശദീകരണമാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ സംഘർഷം ഇത്തരത്തിൽ തന്നെ വർദ്ധിച്ചു പോവുകയാണെങ്കിൽ വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരും. ആ തരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെയാണ് യാത്രക്കാർ എല്ലാവരും ഇവിടെയുള്ളത്. ശരി, ഡൽഹി വിമാനത്താവളത്തിലെ ദൃശ്യങ്ങളാണ് അരുൺ പീതാംബരൻ പങ്കുവയ്ക്കുന്നത്. യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന നിലയാണ് നിലവിലുള്ളത്. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കേണ്ടി വരുന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിലെ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിപിൻ, കൊച്ചിയിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നതല്ലേ? അഷിത, നെടുമ്പാശ്ശേരിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കാരണം അത്രയേറെ ഒരു യാത്രക്കാർ ഇവിടെ എത്തുകയും അവരെ ആരോട് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായി നിൽക്കുകയും ചെയ്യുകയാണ്. കാരണം പലരുടെയും വിസയുടെ കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്, അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിസന്ധി അവർക്ക് വന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ മാത്രം ഏകദേശം 15ഓളം വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇന്ന് 10 മണിക്ക് കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസ് റദ്ദാക്കിയെന്നുള്ളതാണ് അവസാനത്തെ ഒരു അപ്ഡേഷൻ ഉള്ളത്. പുലർച്ചെ 2:45 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട ജസീറ എയർവേസ് 9:35 അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനം, 7:25 ഷാർജയിലേക്കുള്ള എയർ അറേബ്യ തുടങ്ങിയവ റദ്ദാക്കിയവയിൽ പെടുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു 10 വിമാനത്തോളം പിന്നെയും റദ്ദാക്കിയിരിക്കുന്നു. ഇപ്പോൾ വിമാനത്താവളത്തിനകത്തേക്ക്, അതായത് ഡിപ്പാർച്ചറിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ഇതിനൊരു കൃത്യത ഈ വിമാന കമ്പനികൾക്കും ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. ക്യാൻസലേഷൻ എന്നുള്ളത് ബോർഡാണ് എല്ലായിടത്തും കാണാനുള്ളത്. അതിൽ ഷെഡ്യൂൾഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലത് രാത്രിയോടുകൂടി തന്നെ റദ്ദാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിയാൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള എയർ കമ്പനികളുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നുള്ള നിർദ്ദേശം സിയാൽ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം മാത്രം വരിക എന്നുള്ളതാണ്. പലരും ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിൽ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അഷിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.